ഇയാളെ ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വേലക്കാരി സ്ഥാനത്ത് നിന്നാ മതി. ആരാ മനസ്സിലായില്ല? സുഗുണൻ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നോ? ഞാൻ ചെമ്പകശ്ശേരിയിലെ ഗോമതി, നമ്മുടെ SP ഉമാദത്തൻ സാറിന്റെ വീട്ടിലെ. ഓ, ബാല്യക്കാരി. ഞാൻ ബാല്യക്കാരി ഒന്നും അല്ല. ഞാൻ അവിടുത്തെ ജയശങ്കരന്റെ അമ്മയുടെ ഒരു അകന്ന ബന്ധുവാ. എന്താ ഇപ്പൊ അകന്ന ബന്ധുവിന് വേണ്ടത്? അല്ല, അന്നാ അലപലാതി പെണ്ണ് ഇയാളെ തല്ലെന്ന് എനിക്ക് സഹിച്ചല്ല കേട്ടോ. ഇയാളൊന്നും അവരുടെ വശത്തായിരുന്നല്ല, ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ ഒരു മനമാറ്റം? മനമാറ്റമൊന്നുമല്ല, അന്നും ഇന്നും എനിക്ക് ഇയാളുടെ കാര്യത്തിൽ ഒരേ മനസ്സാ. പിന്നെ അവരുടെ മുന്നിൽ വെച്ച് എനിക്കിത് പറയാൻ പറ്റുമോ? ഇയാൾക്ക് ആ പെണ്ണിനോട് പ്രതികാരം ചെയ്യണോ? അമ്മച്ചിയാണ്, ആത്മാർത്ഥോട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നുവരെ എന്റെ പെണ്ണുമ്പിള പോലും എന്നെ തല്ലിയിട്ടില്ല, അറിയോ? അന്ന് ആദ്യമായിട്ടാ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുന്നത്. എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം ബാല്യക്കാരി. ഏടോ, ഞാൻ ബാല്യക്കാരി അല്ലെന്ന് എത്ര പ്രാവശ്യം തന്നോട് പറഞ്ഞു? എന്നാ മുതലാളിച്ചി, എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം. എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന അനുസരിക്കണം. മുതലാളിച്ച കാര്യം പറ. ഇത്രയേ ഉള്ളൂ? അത് ഞാൻ ഏറ്റില്ലേ. ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ. അല്ല, മുതലാളിച്ച് പറഞ്ഞത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും? താൻ ചോദിക്കുന്നത് എന്തും. വാക്കല്ലേ? വാക്ക്. പറ്റിക്കോ? പറ്റിക്കൂല. മുതലാളിച്ച് പറഞ്ഞതുപോലെ ചില്ലറ കേസല്ല ഇത്. ഇത് കളി കൊലപാതകമാ. എന്നാലും ചേച്ചി, ഇതൊരു മാതിരി ചീപ്പ് വേലയായിപ്പോയി. ഒരു കാരണവശാലും എനിക്ക് ഇതിനോട് യോജിക്കാൻ പറ്റില്ല. എന്റെ മോളെ, നമ്മുടെ ശത്രു ആരാ? പൂജ. അവള് കാണിച്ച ചീപ്പ് വേല വെച്ച് നോക്കുമ്പോ ഇത് വല്ലതും ഒരു ചീപ്പാണോ? മോള് ചീപ്പും കണ്ണാടിയുടെ കാര്യം ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന എങ്ങനെയാണെന്ന് മാത്രം ആലോചിച്ചാ മതി. എന്നാലും ചേച്ചി, ആ കള്ളൂടിയനൊക്കെ ഉപയോഗിച്ച് ഓർത്തിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. അയ്യോ, എന്തിനാ മോൾ ഓർക്കാൻ പോന്നേ? ഇത് മോളെ ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്റെ മോളെ, അവനെ അവള് തല്ലി വീഴ്ത്തുന്നത് ഈ വീട്ടിലെ മുഴുവൻ ആളുകളും കണ്ടതല്ലേ? അപ്പോ പിന്നെ അവന് പ്രതികാരമില്ലാതെ വരുവോ? പ്രതികാര ദുർഗനായ അവൻ ആരോരുമില്ലാത്ത നേരത്ത് ചെമ്പകശ്ശേരി തറവാട്ടിൽ കടന്നു കയറി അവനെ തല്ലിയ പൂജയെ കുത്തിക്കൊന്നു. എന്റെ ചേച്ചി, കൊല്ലിച്ചത് നമ്മളാണെന്ന് അവൻ പറയില്ലേ? അതിനല്ലേ നമ്മൾ അവന് കാശ് എണ്ണി കൊടുക്കുന്നേ. അഥവാ ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു കള്ളുകൂടിയന്റെ വാക്കുകൾ സ്വബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുവോ? എന്തിന്? മോളുടെ മുത്തശ്ശി തന്നെ ഇക്കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ മൊഴി കൊടുക്കില്ലേ? എന്തോ എനിക്കിത് എത്ര നല്ല വഴിയാണെന്ന് തോന്നുന്നില്ല. ദേ, മോൾക്ക് അവളെ കൊല്ലണം. കൊല്ലൊന്നും വേണ്ട, അവളെ ഓടിച്ചു വിട്ടാ മതി. പിന്നെ മോള് പറയുമ്പോ അവൾ ഓടാൻ നിൽക്കുമല്ലയോ? ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാവരുടെയും ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് അവൾ ഇവിടെ വിട്ട് പോകുമോളെ. ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് ആദിമോനെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേറൊരു വഴിയും കാണുന്നില്ല. എന്ത് ചെയ്യാന്? മോളിങ്ങനെ പേടിക്കാതെ മോളെ. നാളെ അവൻ വരുമ്പോ ഒളിച്ചിരിക്കാൻ നമ്മളൊരു സൗകര്യം ചെയ്തു കൊടുക്കും. ഇരു ചെവി അറിയാതെ അവൻ ആ കാര്യം സാധിച്ചിട്ടൊക്കെ പോകും. പ്രതിയെ പിടിച്ചാലും നമ്മക്കെന്നാ ചെയ്യണം? മുൻ വൈരാഗ്യം വെച്ച് അവൻ അവളെ തട്ടി. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഓക്കെ ആകുമായിരിക്കും അല്ലേ ചേച്ചി? പിന്നെ ഓക്കെ, അതെവിടെ പോകാനാ മോളെ? ദൈവം നമുക്ക് കൊണ്ടുതന്ന വരദാനമാ സുഗുണൻ. സുഗുണൻ എന്ന പേരിൽ സർവ്വ ദുർഗുണങ്ങളുമുള്ള മഹാനായ ഒരു മനുഷ്യൻ. അയാൾ എപ്പോ വരും? ഏത് നിമിഷവും വരും.
അയ്യോ, ഇന്നൊരുപാട് താമസിച്ചു. പോത്തുപോലെ കിടന്ന് ഉറങ്ങുമ്പോ ആലോചിക്കണായിരുന്നു. അപ്പൊ തനിക്ക് ഉറക്കമൊന്നുമില്ല. ഞാൻ കിടന്നുറങ്ങുന്നത് വായി നോക്കിയിരിക്കുക അല്ലേ? ഒന്ന് പോചക്ക. എന്താടോ താനേ മുടി എന്താ തോർത്താത്തത്? തോർത്തിയല്ലോ. എങ്ങനെയാണ് തോർത്തുന്നത്? മര്യാദയ്ക്ക് അവിടെ നിക്കണോ? ഞാൻ പോയി മുണ്ടെടുത്തെടുക്കണോ? എന്താ പിടിച്ചോ, പെണ്ണിനോട് നാണമില്ലേ? തോർത്തു. അയ്യോ, ഒരു സെക്കൻഡേ, ആ വാതിൽ കൂട്ടിയിട്ടോട്ടെ, ഇല്ലെങ്കിൽ ആമി ചേച്ചിക്ക് പണിയാവും. അയ്യോ പാവ എന്നെ തെറ്റട്ടെ. ഇനി കുഴപ്പമില്ല. ആ, ഇനി ധൈര്യമായിട്ട് തോർത്തിക്കോ. എന്നും ഇങ്ങനെ തോർച്ചു തരുമോ? ഞാനിവിടെ ഉള്ളിടത്തോളം കാലം. അതിന് താനെവിടെ പോണു? ഞാനായിട്ടെങ്ങും പോവില്ല. പിന്നെ ഞാനായിട്ട് തന്നെ ഒഴിവാക്കും തോന്നുന്നുണ്ടോ? താൻ ഒഴിവാക്കില്ല, അതെനിക്കറിയാം. പിന്നെന്താ പ്രശ്നം? അറിയില്ലടോ, എന്തോ മനസ്സിനൊരു വല്ലാത്ത പേടി. എന്ത് പേടി? നമുക്ക് ചുറ്റും എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നു. എങ്ങും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലടോ. അകലാനും പിരിയാനും ഒക്കെ ഉള്ള സമയം എപ്പോഴേ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ താൻ ആരെയാ പിടിക്കുന്നേ? ആദ്യ പൂജയ്ക്കുള്ളതാണോ? പൂജ ആദിക്കും. ചെക്ക, സംസാരിച്ച സമയം കളയാതെ വേഗം പോകാൻ നോക്ക്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. വീണ്ടും തുടങ്ങിയോ മടി? അല്ല, പോ. എന്ത് കഷ്ടമുണ്ട് പൂജ. പോവാൻ.